ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് തിരുപ്പതി വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ തിരുപ്പതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് കണ്ടത് നിങ്ങൾ. അപ്പോൾ ഇന്ന് തിരുപ്പതിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിതാ തിരുപ്പതി ട്രെയിനിലാണ് പോയത്. അപ്പോൾ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഉള്ളതിപ്പോൾ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് കാച്ചിഗുഡ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിലെ കാച്ചിഗുഡ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. നിറയെ പേരുണ്ടായിരുന്നു കേട്ടോ തിരുപ്പതിയിലേക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഒരു 5 വർഷമായിട്ടോ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ 9 മണിയാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ തുടങ്ങി. ഞങ്ങളും അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. ഞാൻ ട്രെയിനിൽ നല്ലപോലെ ഉറങ്ങിട്ടോ. എൻ്റെ മോൻ ഫുള്ള് മൂവി കണ്ടിട്ടിരുന്നു. അതുകൊണ്ട് അവന് നല്ല പോലെ കാലത്ത് എണീക്കുമ്പോൾ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ടയർഡ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാലത്ത് എണീറ്റ് വേഗം പോയി ബ്രഷ് ചെയ്ത് ചായ പോലും കുടിച്ചില്ല. അപ്പോഴേക്കും തിരുപ്പതി എത്തേണ്ട സമയമായി കഴിഞ്ഞു. 6 മണിയാകുമ്പോഴേക്കും തിരുപ്പതി എത്തിയിട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോളിഡേ ഹോംസ് ഒക്കെ. ഞങ്ങൾ താമസിച്ച റെസ്റ്റോറൻ്റ് തന്നെ. നല്ല ഗാർഡൻ ഉണ്ട് ഇവിടെ. നല്ല ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് കേട്ടോ. രണ്ട് സൈഡ് നല്ല ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂം എത്തി ഫ്രണ്ട്സ്. മോൻ ടയേർഡായിട്ട് കിടന്നുറങ്ങാണ്. കുഴപ്പമില്ലാത്ത റൂമാണ്. ഇവിടെ നിറയെ ഫുള്ളി കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കബോർഡ്സാണ്. ഇങ്ങനെ നല്ല വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ബാത്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഞങ്ങളിതാ ബസ്സിൽ കയറി ഇനി നേരെ തിരുമലയിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമുക്ക് പോണ റൂട്ടുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുള്ള റൂട്ടാണ്. ഇവിടെ മലയിലേക്ക് കയറുമ്പോൾ ഉള്ള രണ്ട് സൈഡുമുള്ള വ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ തിരുമലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. ലേഡീസിന് ചുരിദാറാണെങ്കിൽ ഷോള് നിർബന്ധമാണ് കേട്ടോ. പിന്നെ ജെൻസിനാണെങ്കിൽ ധോത്തി നിർബന്ധമാണ്. പാൻറ് പാടില്ല, ട്രൗസേഴ്സ് പാടില്ല. അപ്പോൾ ധോത്തി എന്തായാലും കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ കൊണ്ടുവരാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഷോളിൻ്റെയും ധോത്തിയൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ബാഗൊക്കെ സേഫായിട്ടൊരു സ്ഥലത്ത് വെക്കണം. ചപ്പലും ബാഗും ഒക്കെ ഒരു സേഫായിട്ട് സ്ഥലത്ത് വെക്കണം. അപ്പം ഞങ്ങളിതാ ക്ലോക്ക് റൂം നോക്കി നടക്കുകയാണ്. കുറേ നടന്നു കേട്ടോ ക്ലോക്ക് റൂം എവിടെയാണെന്ന് അറിയാനായിട്ട്. പിന്നെ ചില ലോക്കലായിട്ട് ചില ചെറിയ സ്ഥലങ്ങളൊക്കെ ചെരുപ്പ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊന്നും സേഫല്ല. അപ്പം ഞങ്ങൾ കുറച്ച് ഇങ്ങനെ നടക്കേണ്ടി വന്നു ക്ലോക്ക് റൂം അന്വേഷിച്ചിട്ട്. ലാസ്റ്റ് കിട്ടിയിട്ടോ. ഞങ്ങൾ കുറേ നടന്നപ്പോൾ നല്ല ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാഗേജും പിന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. അപ്പോൾ ഫോണും അലൗഡല്ല. ഫോണ് അകത്തേക്ക് കൊണ്ടുപോയി ഇവിടെ തന്നെ നമുക്ക് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടം വരെ നമുക്ക് വീഡിയോ പകർത്താൻ പറ്റില്ല. അകത്തുള്ള വീഡിയോ ഒന്നും നമുക്ക് പകർത്താൻ പറ്റില്ല. അപ്പോൾ തൊഴാൻ പോകുമ്പോൾ ജസ്റ്റ് ചെറിയൊരു പേഴ്സും കയ്യിൽ പൈസയും മാത്രമേ കരുതാൻ പാടുള്ളൂ. ഇവിടെയാണ് അന്നപ്രസാദമൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ബോർഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സൂര്യൻ്റെ വെളിച്ചം കാരണം കുറച്ച് ഡിമ്മായിട്ടാണ് കാണുന്നത്. നല്ല വെയിലുണ്ട്. ഇവിടെയാണ് അപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അന്നപ്രസാദമൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വെങ്കടാചലപതിനെ കണ്ട് തൊഴുതി നല്ലപോലെ ദർശനം കിട്ടി. പിന്നെ തിരിച്ച് ഞങ്ങളിതാ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ബാഗെല്ലാം എടുത്ത് ഫോണെല്ലാം എടുത്തതിന് ശേഷം പകർത്തിയ വീഡിയോ ആണ്. ഉള്ളിലത്തെ വീഡിയോ ഒന്നും പകർത്താൻ പറ്റിയില്ല. ഇപ്പോൾ പുറത്തെ വീഡിയോ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഇവിടെ രണ്ട് സൈഡും ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ കടകൾ, ബാഗ്, പിന്നെ ഫുഡാണെങ്കിൽ ഫുഡ്, പല ഫുഡ് വെറൈറ്റി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. അത്രയ്ക്കും ഫുഡിൻ്റെ വെറൈറ്റി ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഷോപ്പ് അമ്പലങ്ങളിൽ ഇത്രയും ഷോപ്പാണ് ഇവിടെ ഉള്ളത്. രണ്ട് സൈഡും നിറയെ ഷോപ്സാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആളുകൾ ഇവിടെ ഇഷ്ടംപോലെ നിന്ന് കഴിക്കും, സാധനങ്ങൾ വാങ്ങും, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇത് ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ബസ്സിൽ കയറണം, മല ഇറങ്ങണം. പിന്നെ തിരിച്ചു പോകുമ്പോൾ ആ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നേരെ ബസ്സിൽ കയറാൻ പോകും. ഞങ്ങളിതാ ബസ്സിൽ കയറി. ഇനി നമുക്ക് മല ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണാം. നല്ല വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന റൂട്ട് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ടാബ്ലറ്റൊക്കെ എടുത്തു. ഛർദ്ദിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഛർദ്ദിക്കും കേട്ടോ, ഛർദ്ദിച്ചു പോവും, അത്രയ്ക്ക് വളവുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാൻ. നല്ല ആസ്വദിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് പുറത്ത് കാണാൻ. ഇങ്ങോട്ട് നോക്കിക്കോ ഫ്രണ്ട്സ്, എന്ത് രസമാണ് പുറത്ത് കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡും നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പം വണ്ടി ഈ വളഞ്ഞു പോകുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. നമ്മൾ കയറുന്ന കാഴ്ചേനേക്കാളും ഇറങ്ങുന്ന കാഴ്ചകളാണ് കേട്ടോ ഏറ്റവും എനിക്ക് രസം തോന്നിയത്. വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ വളവും അതൊക്കെ നല്ല രസമാണ് കേട്ടോ. എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചിങ്ങനെ ഛർദ്ദിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ തിരുപ്പതി യാത്രാ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഞങ്ങളുടെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.